മറച്ചുവെച്ച പാവങ്ങൾക്ക് മൗനം കാവലിരുന്നതുവരെ മാത്രമേ ശക്തിയുണ്ടായിരുന്നുള്ളൂ. സത്യം സംസാരിച്ച നിമിഷം ആ മൗനത്തിൻ്റെ സാമ്രാജ്യം തകർന്നടിഞ്ഞു. ആ വെളിപ്പെടുത്തലിന് ശേഷം ആരുടെയും ജീവിതം പഴയതുപോലെ ആയിരുന്നില്ല. കാരണം ചില സത്യങ്ങൾ കണ്ണീരായി ഒഴുകിപ്പോകില്ല, അവ ജീവിതങ്ങളെ തന്നെ മാറ്റിമറിക്കും. വെൽക്കം ടു സ്റ്റോറി രഹസ്യബന്ധം എപ്പിസോഡ് 4. ഫ്ലാറ്റിലെ ആ ദൃശ്യങ്ങൾ കണ്ട് മീരയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അനിയത്തിയും ഭർത്താവും ചേർന്ന് തന്നെ ഇത്രയും തരംതാണ രീതിയിൽ പരിഹസിച്ചുവല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് അവരോട് കടുത്ത അറപ്പ് തോന്നി. അവൾ ആ വീഡിയോ ക്ലിപ്പുകൾ ദേവൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തു. ദേവൻ ഉടൻ തന്നെ മീരയെ തിരിച്ചു വിളിച്ചു. ചേച്ചി, എല്ലാം ഞാൻ കണ്ടു. അവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് ഇതിലും വലുതായിരിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണല്ലോ. ആ കല്യാണ മണ്ഡപം തന്നെയായിരിക്കും ഇവരുടെ ചതിയുടെ മുഖംമൂടി അടിക്കാനുള്ള ഏറ്റവും നല്ല വേദി. നാട്ടുകാരും ബന്ധുക്കളും ബിസിനസ് പങ്കാളികളും ഒക്കെ എത്തുന്ന ആ പന്തലിൽ വെച്ച് ഇവരെ നമുക്ക് തകർക്കണം. പക്ഷേ ദേവൻ, എനിക്ക് നാളെ വരെ ഇവരുടെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീര സങ്കടത്തോടെ പറഞ്ഞു. പറ്റണം ചേച്ചി, ഇവറ്റകൾക്ക് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി ജീവിതത്തിൽ കിട്ടരുത്. നാളെ കല്യാണ പന്തലിൽ വെച്ച് ഞാനെല്ലാം ചെയ്തുകൊള്ളാം. ചേച്ചിയുടെ ഡിവോഴ്സ് പേപ്പറുകളും ഞാൻ റെഡിയാക്കി വെക്കാം, ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വീട്ടിലെത്തിയ മീരയുടെ ഉള്ളിൽ ഹരിയുടെയും കാവ്യയുടെയും ചിന്തകൾ മാത്രമായിരുന്നു. അവർ തന്നെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കും ഒരു മൂർച്ചയേറിയ ആയുധം പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു കയറിക്കൊണ്ടിരുന്നു. ഒരു വിഡ്ഢി, വെറും ഒരു വേലക്കാരി. ആ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. സമയമേറെ വൈകി. രാത്രി 12 മണിയോടടുത്തിട്ടും ഹരി തിരിച്ചെത്തിയിരുന്നില്ല. അവൻ എവിടെയായിരിക്കുമെന്ന് ഇപ്പോൾ മീരയ്ക്ക് കൃത്യമായി അറിയാം. ഉള്ളിലെ സങ്കടവും ദേഷ്യവും കാരണം അവൾക്ക് ബെഡ്റൂമിലേക്ക് പോകാൻ തോന്നിയില്ല. അവൾ ഡൈനിങ് ടേബിളിൽ 2 കൈകളും കുത്തി അതിലേക്ക് തലവെച്ച് വെറുതെ ഇരുന്നു. ആലോചിച്ച് എപ്പോഴോ അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ഹരി അകത്തേക്ക് കയറി വന്നു. ലൈറ്റുകൾ അധികം ഇടാതെ ഡൈനിങ് ടേബിളിലേക്ക് തലവെച്ചുറങ്ങുന്ന മീരയാണ് അവൻ ആദ്യം കാണുന്നത്. അവൻ്റെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ഇവൾക്കിത് എന്തിൻ്റെ കേടാണ് എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് തോളിൽ തട്ടി വിളിച്ചു. മീര, മീര എഴുന്നേൽക്ക്. ഇതെന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? മീര പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ അറപ്പും ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും ദേവൻ പറഞ്ഞ വാക്കുകൾ ഓർത്ത് അവൾ പരമാവധി സ്വയം നിയന്ത്രിച്ചു. ആ, ഹരിയേട്ടൻ വന്നോ? ഒരുപാട് വൈകിയല്ലോ. മീര കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതെ, ഓഫീസിൽ കുറച്ച് ഓവർ ടൈം വർക്കുണ്ടായിരുന്നു. വരാൻ വൈകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ. നീ എന്തിനാ പിന്നെ ഇവിടെ കാത്തിരുന്ന് ഉറക്കം കളയുന്നത്? നിനക്ക് റൂമിൽ പോയി കിടന്നുറങ്ങിക്കൂടായിരുന്നോ? ഹരി വളരെ സ്വാഭാവികമായി യാതൊരു കുറ്റബോധവുമില്ലാതെ കള്ളം പറഞ്ഞു. അവൻ്റെ ആ ഓവർ ടൈം വർക്ക് എന്ന പ്രയോഗം കേട്ടപ്പോൾ മീരയ്ക്കുള്ളിൽ ചിരിയാണ് വന്നത്. ഏത് ഓഫീസിലെ വർക്കാണെന്ന് കൃത്യമായി അവൾക്കറിയാം. എന്നാലും അവൾ പറഞ്ഞു. അല്ല, മറ്റന്നാൾ കാവ്യയുടെ കല്യാണമല്ലേ, അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ ഹരിയേട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഹരി തൻ്റെ കോട്ട് ഒരു കസേരയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു മീര. നീ നാളെ വലിയൊരു പണക്കാരൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകാൻ നിൽക്കുന്ന നിൻ്റെ അനിയത്തിയുടെ കാര്യം ഓർത്ത് ഒരുപാട് കഷ്ടപ്പെടണ്ട. അവളിനി ആഡംബരത്തിൽ ജീവിക്കാൻ പോവുകയല്ലേ. നീ നിൻ്റെ ആരോഗ്യം നോക്ക്. കണ്ടില്ലേ, നിന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു ലുക്കുമില്ല, ആകെ കോലം കെട്ടും. പകൽ ഫ്ലാറ്റിൽ വെച്ച് കാവ്യയോട് പറഞ്ഞ അതേ വാക്കുകൾ ഹരി ഇപ്പോൾ തൻ്റെ മുന്നിൽ വെച്ച് ആവർത്തിക്കുന്നത് കേട്ടപ്പോൾ മീരയുടെ കൈകൾ മുറുകി. എൻ്റെ കോലത്തിന് എന്ത് പറ്റി ഹരിയേട്ടാ? ഞാനും ഒരു കാലത്ത് നല്ലൊരു കരിയർ ആഗ്രഹിച്ചോളല്ലേ. ഹരിയേട്ടൻ്റെ ഈ കുടുംബത്തിന് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയില്ലേ ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചത്. മീരയുടെ സ്വരത്തിൽ അറിയാതെ അല്പം ദേഷ്യം കലർന്നു. ഹരി ഒന്ന് പരിങ്ങി. എങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈവച്ചു. ദേ നോക്ക് മീര, നീ വീണ്ടും പഴയ പല്ലവി തുടങ്ങല്ലേ. ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല. നീ എപ്പോഴും ഈ അടുക്കളയിലും വീട്ടുജോലി മാത്രം ഒതുങ്ങിക്കൂടാതെ സ്വന്തം കാര്യം കൂടി നോക്കണമെന്ന് പറഞ്ഞതാണ്. നാളെ കല്യാണപ്പന്തലിൽ നാട്ടുകാരും ദേവൻ്റെ വലിയ വലിയ ബിസിനസ് പാർട്ട്ണർമാരും ഒക്കെ വരും. അവിടെ എൻ്റെ ഭാര്യയെ കുറച്ച് സ്റ്റൈലിഷായി നടക്കണ്ടേ. ആളുകൾ നമ്മളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് നാണക്കേടാകരുത്, അതിനാണ് പറഞ്ഞത്. തനിക്കുള്ള നാണക്കേട് നാളെ പന്തലിൽ വെച്ച് തരാം എന്ന് മീര മനസ്സിൽ ഉറപ്പിച്ചു. അവൾ അവൻ്റെ കൈ തട്ടുമാറ്റി പതുക്കെ പറഞ്ഞു. നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ഹരിയേട്ടൻ വിഷമിക്കേണ്ട. നാളെ പന്തലിൽ വെച്ച് എന്നെ കാണുന്ന എല്ലാവരും എന്നെക്കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കുക. അത്രയ്ക്ക് വലിയൊരു മാറ്റം നാളെ ഉണ്ടാകും. അത് നല്ലതാ. ഹരി അവളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ പുഞ്ചിരിച്ചു. ശരി, നീ വന്ന് കിടക്കാൻ നോക്ക്. നാളെ രാവിലെ തന്നെ നമുക്ക് പന്തലിലേക്ക് പോകേണ്ടതാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹരി ബെഡ്റൂമിലേക്ക് നടന്നു. അവൻ തിരിഞ്ഞു നടക്കുന്നത് നോക്കി നിന്ന മീരയുടെ കണ്ണുകളിൽ നിന്ന് ദേഷ്യം കൊണ്ട് കണ്ണീർ പൊടിഞ്ഞു. അവൾ തൻ്റെ ഫോണെടുത്ത് അതിലെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. നാളെ ഈ സമയത്ത് ഈ വീട്ടിലുണ്ടാകില്ല ഹരി. നിൻ്റെയും ആ കാവ്യയുടെ അഹങ്കാരം നാളെ പകൽ വെളിച്ചത്തിൽ ഞാൻ ചവിട്ടി മെതിക്കും. മീര മനസ്സിൽ പ്രതിജ്ഞ എടുത്തു. കല്യാണ ദിവസം നാട്ടിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ വധൂവരന്മാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കാവ്യ അതീവ സുന്ദരിയായി കാഞ്ചീപുരം പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞു നിൽക്കുകയാണ്. അവളുടെ മനസ്സിൽ ദേവൻ്റെ കോടീശ്വരിയായ ഭാര്യയാകാൻ പോകുന്നതിൻ്റെയും ഒപ്പം ഹരിയുമായി ആരും അറിയാതെ ആഡംബര ജീവിതം നയിക്കാമല്ലോ എന്നതിൻ്റെയും കള്ളച്ചിരിയായിരുന്നു. ഹരി ഒട്ടും ഉളുപ്പില്ലാതെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നു. മീര അപ്പോഴും അണിയറയിൽ തികച്ചും ശാന്തയായി കാവ്യ ഒരുക്കാൻ സഹായിക്കുകയായിരുന്നു.
കണ്ടോ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ പന്തലിലുള്ളവരുടെ എല്ലാം കണ്ണ് എൻ്റെ പുറത്തായിരിക്കും. ഈ ആഭരണങ്ങളൊക്കെ കണ്ടോ, ഇതാണ് സ്റ്റാറ്റസ്. കണ്ണാടിയിൽ നോക്കി കാവ്യ അഹങ്കാരത്തോടെ പറഞ്ഞു. തീർച്ചയായും മോളെ, ഇന്ന് നീയായിരിക്കും ഇവിടുത്തെ താരം. നിന്നെ ഇന്ന് ഈ നാട്ടുകാർ മുഴുവൻ ഓർക്കും, മീര മനസ്സിൽ കരുതി. പക്ഷേ അത് നീ വിചാരിക്കുന്ന രീതിയിലല്ലെന്ന് മാത്രം. മുഹൂർത്ത സമയമായി. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ കാവ്യ മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് സുന്ദരനായി ദേവനും മണ്ഡപത്തിൽ വന്നിരുന്നു. ഹരി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ അധികാരത്തോടെ മീരയുടെ ഭർത്താവെന്ന നിലയിൽ VIP ചമഞ്ഞു നിന്നു. താലി കെട്ടാൻ തൊട്ടു മുമ്പ് പൂജാരി ദേവൻ്റെ കയ്യിലേക്ക് താലിമാല എടുത്തു നൽകി. കാവ്യ പ്രതീക്ഷയുടെ കഴുത്ത് നീട്ടി. ക്യാമറ കണ്ണുകൾ അവരിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷേ പെട്ടെന്ന് ദേവൻ താലിയുമായി എഴുന്നേറ്റ് നിന്നു. മൈക്ക് കയ്യിലെടുത്ത് ഒരൊറ്റ അനൗൺസ്മെൻറ്റ് നടത്തി. ഈ കല്യാണം നടക്കില്ല. ഹാളിൽ വലിയൊരു നിശബ്ദത പടർന്നു. ആളുകൾ പരസ്പരം നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. കാവ്യയുടെ മാതാപിതാക്കൾ ഓടി മണ്ഡപത്തിനടുത്തേക്ക് വന്നു. ദേവൻ, എന്തായി പറയുന്നേ? മുഹൂർത്ത സമയമായി. എന്താ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയോ? ആഭരണങ്ങളോ പണമോ എന്തെങ്കിലും കുറഞ്ഞു പോയോ? കാവ്യയുടെ അച്ഛൻ കൈകൂപ്പി ചോദിച്ചു. എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല അങ്കിൾ. പക്ഷേ നിങ്ങളുടെ ഈ നിൽക്കുന്ന മകൾ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചതിയേ അല്ല, 2 ചതികളെ ഒരേ സമയം ചുമലിലേറ്റാണ് ഇവൾ ഈ മണ്ഡപത്തിൽ വന്നിരിക്കുന്നത്. ദേവൻ കടുത്ത ഗൗരവത്തിൽ പറഞ്ഞു. ഇത് കേട്ട് ഹരി അധികാരത്തോടെ മുന്നോട്ട് വന്നു. എന്താ ദേവൻ, തമാശ കളിക്കുകയാണോ? നാട്ടുകാരെ മുഴുവൻ കൂട്ടിയിരുത്തി ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് ഷോ കാണിക്കുകയാണോ? എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കാൻ തനിക്ക് എന്ത് അവകാശമാണുള്ളത്? ദേവൻ ഹരിയെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഹരി, നീ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിലെ പ്രധാന നായകൻ നീയാണല്ലോ. എന്നെയും എൻ്റെ കുടുംബത്തെയും വിഡ്ഢികളാക്കി എൻ്റെ പണം കൊണ്ട് സുഖിക്കാൻ നോക്കിയ നിൻ്റെ കളി ഇന്നിവിടെ തീരുകയാണ്. കാവ്യയുടെ ഹരിയുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. എന്താ ദേവൻ, എന്തിനാ എൻ്റെ ഹരിയേട്ടനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയാം. അതിന് ഇങ്ങനെ കള്ളം പറയണോ? കാവ്യ കരച്ചിലിൻ്റെ ഭാവത്തിൽ ചോദിച്ചു. തെളിവില്ലാതെ ദേവൻ ഒന്നും മുതിരില്ല കാവ്യ. അത്രയും പറഞ്ഞ് ദേവൻ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഓപ്പറേറ്റർക്ക് ഒരു സിഗ്നൽ നൽകി. അടുത്ത നിമിഷം ആ വലിയ ഹാളിലെ ഭീകരമായ LED സ്ക്രീനുകളിൽ ഒരു വീഡിയോ പ്ലേ ആയി. അത് തലേ ദിവസം ഫ്ലാറ്റിൽ വെച്ച് ഹരിയും കാവ്യയും തമ്മിൽ കെട്ടിപ്പിണർന്ന് സംസാരിച്ച ദൃശ്യങ്ങളായിരുന്നു. മീരയെ വേലക്കാരിയെന്നും വിഡ്ഢിയെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നതും ദേവൻ്റെ പണം ഉപയോഗിച്ച് അവർക്ക് ആഡംബര ജീവിക്കണമെന്ന് ഹരി പറയുന്നതുമായ ഓഡിയോ വളരെ വ്യക്തമായി ആ ഹാളിലുടനീളം മുഴങ്ങിക്കേട്ടു. അതുകൂടാതെ അവർ നാളുകളായി ഒരുമിച്ച് ഹോട്ടലുകളിലും റിസോർട്ടുകളിലും പോയതിൻ്റെ ചിത്രങ്ങളും ഒന്നിനൊന്ന് പുറകെയായി ഒന്നായി സ്ക്രീനിൽ തെളിഞ്ഞു. ഹാളിലിരുന്നവർ ഒന്നിച്ച് ശ്വാസം അടക്കി പിടിച്ചു. ബന്ധുക്കൾ മൂക്കത്ത് വിരൽ വെച്ചു. കാവ്യയുടെ അച്ഛൻ നെഞ്ചിൽ കൈവച്ച് കസേരയിലേക്ക് ഇരുന്നു പോയി. അമ്മ ബോധം കെട്ട് വീണു. കാവ്യയും ഹരിയും തങ്ങളുടെ ചതി ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത് കണ്ട് ആകെ തകർന്നുപോയി. അവരുടെ മുഖത്തെ ചോരയൊലിപ്പ് മാറി വിളറി വെളുത്തു. ഹരി പരിങ്ങി നിൽക്കവേ മീര പതുക്കെ സ്റ്റേജിലേക്ക് കയറി വന്നു. അവളുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. അവൾ നേരെ ഹരിയുടെ മുന്നിലേക്ക് ചെന്നു. മീര, അത് ഞങ്ങൾ ചുമ്മാ ഒരു തമാശയ്ക്ക്. ഹരി വാക്കുകൾ കിട്ടാതെ വിക്കി. പെട്ടെന്നൊരു ശബ്ദം ഹാളിൽ മുഴങ്ങി. മീര തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഹരിയുടെ കർണക്കുറ്റി നോക്കി പൊട്ടിച്ചു. ഹരി പുറകോട്ട് വേയിച്ചുപോയി. എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഹരി ഞാൻ എൻ്റെ ജോലിയും കരിയറും സ്വപ്നങ്ങളും കളഞ്ഞത്. എൻ്റെ സ്നേഹത്തെയാണോടോ നീ വീട്ടിലിരിക്കുന്ന വേലക്കാരിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചത്? മീരയുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ കയ്യിലിരുന്ന ഡിവോഴ്സ് പേപ്പറുകൾ ഹരിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഒപ്പിടടാ ഇതിൽ. നിന്നെപ്പോലൊരു മൃഗത്തിൻ്റെ കൂടെ ഇനി ഒരൊറ്റ നിമിഷം എനിക്ക് ജീവിക്കേണ്ട. നീ തരുന്ന 4 കാശിന് വേണ്ടി ഇനി ഈ മീര കൈനീട്ടില്ല. അടുത്തതായി മീര കാവ്യയുടെ നേരെ തിരിഞ്ഞു. കാവ്യ പേടിയോടെ പുറകോട്ട് മാറി. നീ വലിയ പണക്കാരിയായി ആഡംബര കാറിൽ നടക്കാൻ കൊതിച്ചതല്ലേ? ചേച്ചിയുടെ നിഴലിൽ നീ ജീവിക്കില്ലെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. ദാ നോക്ക് നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ സമ്മാനം. മീര കാവ്യയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും തലയിലെ പൂവും വലിച്ച് ദൂരെ എറിഞ്ഞു. എൻ്റെ ചോര പങ്കിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലുന്നില്ല. അപ്പോഴേക്കും ദേവൻ മൈക്കിലൂടെ പറഞ്ഞു. കാവ്യ, എന്നെയും എൻ്റെ കുടുംബത്തെയും ചതിക്കാൻ നോക്കിയ നിനക്കും ഈ ഹരിക്കുമെതിരെ ഞാൻ പോലീസിൽ ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ദാ പോലീസ് എത്തിക്കഴിഞ്ഞു. ഹാളിൻ്റെ പിന്നിൽ നിന്ന് 2 പോലീസ് വണ്ടികളുടെ സൈറൺ ശബ്ദം കേട്ടു. പോലീസുകാർ സ്റ്റേജിലേക്ക് കയറി വന്ന് ഹരിയുടെ കൈകളിൽ വിലങ്ങ് വെച്ച് കാവ്യം അവർ അറസ്റ്റ് ചെയ്തെടുത്തു. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ശകാരവർഷങ്ങൾക്കും തുപ്പലുകൾക്കും നടുവിൽ തലയുയർത്താൻ പോലും ആകാതെ ഹരിയും കാവ്യം പോലീസിൻ്റെ വണ്ടിയിലേക്ക് കയറി. തങ്ങൾ നെയ്ത കള്ളങ്ങളുടെ കോട്ട ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായത് അവർക്ക് വിശ്വസിക്കാനായില്ല. തങ്ങളെ ചതിച്ചവരുടെ മുഖംമൂടികൾ എല്ലാവരുടെ മുന്നിൽ അഴിഞ്ഞു വീണത് കണ്ട് മീരയുടെ ദേവൻ്റെ മനസ്സിൽ ഒരു വലിയ ആശ്വാസം നിറഞ്ഞു. മീര കല്യാണപ്പന്തലിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പുറത്ത് പെയ്യാൻ മടിച്ചിരുന്ന കാർമേഘങ്ങൾ മാറി തെളിഞ്ഞ ആകാശം കാണാമായിരുന്നു. അവളുടെ കരിയറും പുതിയ ജീവിതം ഇനി അവൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഈ കഥയുടെ അവസാനം എന്താകും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ.